അപ്പോൾ ഗായ്സ് ഞാൻ ജസ്റ്റ് വണ്ടിയുടെ ടോപ്പ് സ്പീഡല്ല ഒരു ആക്സിലേഷൻ കാണിച്ചു തരാം. നിങ്ങൾ കൺസോൾ നോക്കിയിരിക്കുക. വണ്ടി ഇപ്പോൾ കണ്ടോ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ആയതുകൊണ്ടാണ് ആ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഒരുപാട് തിരിക്കരുത്. ഇങ്ങനത്തെ അവസ്ഥയിൽ നിങ്ങൾ പെടുവാണെങ്കിൽ ഇങ്ങനെ തിരിക്കാൻ പാടില്ല. പയ്യെ ഒന്ന് ബ്ലിപ്പ് ചെയ്യാനേ പാടുള്ളൂ. കണ്ടോ സ്റ്റാർട്ടായി. പിന്നെ ഒന്ന് കൈ കൊടുക്കാം. നിങ്ങൾ കൺസോൾ നോക്കുക. അസിസ്റ്റ് കിട്ടി. ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പോൾ ഉണ്ടായിരുന്നു നമുക്ക് ചാനലിന് തൊട്ട് സ്കൂട്ടർ റിവ്യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ട്. അപ്പോൾ അത്യാവശ്യം ഒരു 5-6 പേര് നല്ല റെസ്പോൺസാണ് തന്നത്. സ്കൂട്ടർ റിവ്യൂ ചെയ്യാം എന്ന് തന്നെ തീരുമാനിച്ചു. ഇടയ്ക്കിടയ്ക്ക് ചെയ്യുള്ളൂ. വൺസ് ഇൻ 2 മന്ത് മാത്രമേ ഞാൻ സ്കൂട്ടർ റിവ്യൂ ചെയ്യുള്ളൂ. സ്ഥിരം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നമുക്കിപ്പോൾ ബൈക്സ് തന്നെയാണ് ടോപ്പ് പ്രയോറിറ്റി. ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് സ്കൂട്ടർ. ഞാൻ ഇതിന് മുമ്പ് ഹൈക്യൂ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ. അത് കൂടാണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു മോഡിഫൈഡ് എയറോക്സ് 150 ചെയ്തിട്ടുണ്ട്. സോ ഇത് 3rd ആണ് ആൻഡ് ഫസ്റ്റ് വൺ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്ന ഫസ്റ്റ് വൺ ആണ്. സോ ഇന്ന് നമ്മുടെ ഉള്ളത് യമഹേൻ്റെ റേ സെഡ സ്ട്രീറ്റ് റാലി എന്ന് പറഞ്ഞ മോഡലാണ്. കാണാലോ ഒരു അമേസിങ് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓഫ് വൈറ്റ് ആണ് വിത്ത് റെഡ് വീൽസ് ആയിട്ട് വരുന്ന ഒരു അമേസിങ് കളറിലാണ് നമുക്ക് വണ്ടി വന്നേക്കുന്നത്. സോ ഇന്ന് റേയുടെ കംപ്ലീറ്റ് വിശേഷം പറഞ്ഞുതരാം. പിന്നെ നമുക്ക് കുറച്ചൊന്ന് ഓടിക്കാം. ഇന്ന് ആക്ച്വലി സൺഡേ ആണ്, വലിയ തിരക്കൊന്നുമില്ല. സോ ഈ വണ്ടിയിൽ കാണാൻ കുറച്ച് ആക്സസറീസ് കയറിയിട്ടുണ്ട്. അതാണ് ഈ ഒരു വണ്ടി ഭയങ്കര എന്താ പറയുക ഒരു ഭീകര ലുക്കാണ് ഇങ്ങനെ കാണുമ്പോൾ. ആക്ച്വലി ഇതൊക്കെ അഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രത്യാണ് കേട്ടോ. ഇതിങ്ങനെ ഇടുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഒരു റഗ്ഗഡ് ലുക്ക് വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ യമഹേൻ്റെ റേനെ പറ്റി എന്താ പറയുക, ഒട്ടും അൺഫെമിലിയർ ആത്ത പേര് തന്നെയാണ്. വളരെ ഫെമിലിയർ ആണ് റേ എന്ന് പറഞ്ഞ മോഡൽ. നമ്മുടെ ഡിയോ ഇറങ്ങിയപ്പോഴത്തേക്കും യമഹയുടെ ഭാഗത്തു നിന്നുള്ളൊരു മറുപടി ആയിരുന്നു റേ എന്ന് പറയുന്നത്. അത് കാലങ്ങളായിട്ട് നന്നായിട്ട് ഇമ്പ്രൂവ് ആയി ഇപ്പോൾ ഈ ഒരു ഫോമിലേക്ക് എത്തി. ഇത് ആക്ച്വലി ഐ തിങ്ക് റേൻ്റെ 3rd ഫേസ് ലിഫ്റ്റ് ആണെന്ന് എനിക്ക് തോന്നണേ. ഇതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് ആക്ച്വലി ഹൈബ്രിഡ് ആണ്. അവർ എഞ്ചിനും പണിത് തുടങ്ങി. റേക്ക് ആക്ച്വലി 3 വേരിയന്റ് വരുന്നുണ്ട്. ഒരു ഡ്രം വരുന്നുണ്ട്, പിന്നെ ഒരു ഡിസ്ക് വരുന്നുണ്ട്, പിന്നെ ടോപ്പ് ഓഫ് ദ ലൈൻ സ്ട്രീറ്റ് റാലി. നമ്മളിരിക്കുന്ന ടോപ്പ് ഓഫ് ദ ലൈൻ സ്ട്രീറ്റ് റാലിയാണ്. ഡ്രം ആകുമ്പോഴത്തേക്കും ആ പേര് സൂചിപ്പിച്ച പോലെ തന്നെ ഫ്രണ്ട് ഡിസ്ക് ഉണ്ടാവില്ല, ഡ്രം ആയിരിക്കും. അത് കൂടാണ്ട് തന്നെ ഈ ഒരു കൺസോൾ ഇങ്ങനെയല്ല, ഒരു അനലോഗ് കൺസോളാണ്. അതിൻ്റെ ഫോട്ടോ ഇട്ട് ഞാൻ കാണിച്ചു തരാം. അതും ഹൈബ്രിഡ് ആണ് കേട്ടോ. അത് നമുക്ക് ഇവിടെ ഒരു വൈ ഷേപ്പിലായിരിക്കും DRL വരുന്നത്. പിന്നെ ഈ നക്കിൾ ഗാർഡ് ഉണ്ടാവില്ല. ഒരു മിഡ് സ്പെക്ക് ഡിസ്ക് വേരിയന്റ്. അതിൽ പേര് സൂചിപ്പിക്കുന്ന പോലെ ഡിസ്ക് ആയിരിക്കും. പിന്നെ അതിൽ കുറച്ച് കളേഴ്സ് എക്സ്ട്രാ വരുന്നുണ്ട്. ഒരു ബ്ലൂ കളർ, പിന്നെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തൊരു വൈറ്റും വയലറ്റ് കൂടിയിട്ട് ഒരു കളറുണ്ട്. ഞാൻ ഫോട്ടോ ഇട്ട് കാണിച്ചു തരാം അതിൻ്റെയൊക്കെ. ഇത് നമ്മളിരിക്കുന്നത് ടോപ്പ് സ്ട്രീറ്റ് റാലാണ്. സ്ട്രീറ്റ് റാലിക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ്തറ്റിക്കലി കാണാൻ പറ്റും. ഒരു വൈ ഷേപ്പ് DRL മാറിയിട്ട് ഇവിടെ DRL ഒരു വലിയൊരു DRL കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു നക്കിൾ ഗാർഡ് കാണാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ടയർ വ്യത്യാസമുണ്ട്. ബ്ലോക്ക് പാറ്റേൺ ടയേഴ്സാണ് ഇതിന് വരുന്നത്. നോർമൽ റേ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ബാക്കിലും അതെ. പിന്നെ ഈ ഒരു സൈഡിൽ കണ്ടോ മെറ്റാലിക് ആയിട്ടുള്ള ഒരു പ്ലേറ്റിങ്ങും ഇവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ സീറ്റ്സ് ഡിഫറെൻ്റ് ആണ്. യു ക്യാൻ സീ സീറ്റ്സ് കുറച്ചും കൂടി ഒരു പ്രീമിയം ഫിനിഷുള്ള സീറ്റ്സ് ആണ് ഇതിന് വരുന്നത്. അത് മാറ്റി കഴിഞ്ഞാൽ സ്മോറോലസ് സെയിം ആസ് ആ ഒരു മിഡ് വേരിയൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു സാധനങ്ങളൊന്നും ആവശ്യമില്ല എങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി മിഡ് വേരിയൻറ്റ് ചൂസ് ചെയ്താൽ മതി. ഇതിനകത്തേക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇഷ്ടമാണെങ്കിൽ ഇതിനകത്തേക്ക് വരാം. അല്ലാത്ത പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ നോർമൽ യൂസിന് മിഡ് വേരിയൻറ്റ് ധാരാളം മോർ ദാൻ ഇനഫ് ആണ്. നമുക്ക് ഈ സാധനങ്ങളൊക്കെ കുറച്ച് ഓവറായിട്ടൊക്കെ തോന്നിയേക്കാം. പിന്നെ നക്കിൾ ഗാർഡൊക്കെ വേണമെങ്കിൽ മിഡ് വേരിയന്റിലും കയറ്റാം. സീറ്റ് എനിക്ക് അറിയില്ല കയറ്റാൻ പറ്റുമെന്ന്. പിന്നെ ഓഫ് കോഴ്സ് ഈ ഒരു പ്ലേറ്റ്, ഈ മെറ്റാലിക് പ്ലേറ്റ് മാത്രമേ അതിലേക്ക് കയറ്റാൻ പറ്റാത്തതായിട്ടുള്ളൂ. ഓൺ റോഡ് കൊച്ചിയിൽ പ്രൈസ് വരുന്നത് ബേസിന് ഏകദേശം 1,02,200 അത്രയും കണ്ട് വരുന്നത് ആ ഡ്രമ്മില്ല. പിന്നെ മിഡ് വേരിയന്റ് 1,05,000 കണ്ട്. ഇത് ഏകദേശം 5,000 to 8,000 അതിൻ്റെ ഇടയ്ക്കാണ്. പിന്നെ ഇതിന് ഏകദേശം 1,11,000 രൂപ ആയിട്ടുണ്ട്. ഇത് ആക്ച്വലി 1,08,000 ആയിരുന്നു. നമ്മൾ ഒരു സാധനം കയറ്റി അഡീഷണൽ ഇത് എല്ലാത്തിനും കയറ്റാൻ പറ്റും. ഏകദേശം 2,600 ഇതിൻ്റെ റേറ്റ് വരുന്നുണ്ട്. അതുകൂടാണ്ട് ഫ്ലോർ മാറ്റ് ആക്സസറിയാണ്. ഏകദേശം 600-700 അതിനായി. പിന്നെ നമ്മുടെ ലേഡീസ് ഫുഡ് ഡ്രസ്സ് കണ്ടോ, ഇത് ആക്സസറിയാണ്. യെസ്, ഈ ഹെഡ് ലേഡീസ് ഫുഡ് ഡ്രസ്സൊക്കെ എക്സ്ട്രാ മേടിച്ച് വെക്കേണ്ട. അതിന് ഏകദേശം 900 രൂപ ഉണ്ട്. സോ ഏകദേശം എല്ലാം കൂടി ഒരു 3,700 സാധനം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു 1,11 എന്നുള്ള റേറ്റിലേക്ക് എത്തിയത്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതൊന്നുമല്ല, ഈ ഒരു എഞ്ചിൻ തന്നെയാണ്. യെസ്, ഈ ഒരു 125cc എയർ കൂൾഡ് 2 വാൽവ് എഞ്ചിൻ വിത്ത് ഹൈബ്രിഡ്. യെസ്, പലർക്കുള്ള ഒരു സംശയമാണ് എന്താണ് ഈ ഒരു ഹൈബ്രിഡ് ബ്രോ, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇതൊരു പ്രോപ്പർ ഒരു ഹൈബ്രിഡ് അല്ല. ശരിക്കും ഹൈബ്രിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരേ സമയം ഇലക്ട്രിക് പെട്രോൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഓടിക്കുക, അല്ലെങ്കിൽ രണ്ടും മാറി ഓടിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ BMW i8 ഉണ്ട്, ലാംബോർഗിനിയുടെ റെവൽട്ടോ, ഫെറാറിയുടെ SF90. ഇതൊക്കെയാണ് ഒരു ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ശരിക്കും ആ ഒരു ടേമിനോട് നീതി പുലർത്തുന്നത്. ഇത് അങ്ങനെയല്ല, ഇതൊരു മാർക്കറ്റ് ടൈമാണ്. ഇത് എന്താ ആക്ച്വലി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ടർ മോട്ടർ റീപ്ലേസ് ചെയ്തിട്ട് ഒരു SMG വെച്ചിട്ടുണ്ട്, ഒരു സ്മാർട്ട് മോട്ടർ ജനറേറ്റർ വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ബൂസ്റ്റ് കൊടുക്കും. എന്താണ് ഈ ബൂസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ഒരു സെൽഫൊക്കെ അടിക്കുമ്പോൾ എങ്ങനെയാണ് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വല്ല പിടുത്തുണ്ടോ? എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ സ്റ്റാർട്ടർ മോട്ടർ ക്രാങ്കിനെ ചെറുതായിട്ടൊന്ന് ഒരു ചെറിയ
ചെറിയൊരു ഫ്ലൈ വീൽ ഉണ്ട്, അത് വെച്ചിട്ട് വലിയൊരു ഫ്ലൈ വീലിനെ കറക്കുക ചെയ്യുന്നത്. സോ അങ്ങനെയാണ് ഈ ക്രാങ്ക് തിരിയുന്നത്. സോ ആ ഐഡിയ തന്നെ ഇവരെന്ത് ചെയ്തു, ഒരു സ്റ്റാർട്ടർ മോട്ടറിന് പകരം ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു SMG വെച്ചിട്ട് ഒരു പുഷ് കൊടുത്താലോ, ക്രാങ്കിന് ചെറിയൊരു പുഷ്, എസ്പെഷ്യലി ഫ്രം 0 to നമ്മൾ ഒറ്റയടിക്ക് തിരിക്കുവാണെങ്കിൽ, അത് 0 സ്റ്റാൻസിൽ നിന്ന് ആക്സിലേറ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു കയറ്റത്തിൽ ഇംഗ്ലൈനിൽ കയറുക, അല്ലെങ്കിൽ ഒരു ലോഡ് വെച്ചിട്ട് കയറുക, അങ്ങനെയുള്ള അവസ്ഥയിൽ എക്സ്ട്രാ ഒരു ബൂസ്റ്റ് കിട്ടും. അതാണ് ഈ ഒരു SMG, സെപ്പറേറ്റ് SMG വെച്ച് അവർ ചെയ്യുന്നത്. നമുക്ക് സ്മാർട്ട് മോട്ടർ വരുന്നതുകൊണ്ട് തന്നെ 3 അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്ക് സൈലന്റ് സ്റ്റാർട്ട്, ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ്, അതുകൊണ്ട് തന്നെ അസിസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്നിങ്ങനെ 3 കാര്യങ്ങൾ അഡീഷണൽ കിട്ടും. ഒരു സെയിം എഞ്ചിനാണ് ഫാസിനോയിലും വരുന്നത്. സോ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ടോർക്ക് 10.3 Nm ടോർക്ക് ഈ വണ്ടിക്ക് വരുന്നുണ്ട്. ശ്രദ്ധിക്കുക, അത് വിത്ത് അസിസ്റ്റ് ആണ്. ഇതിൻ്റെ പവർ വരുന്നത് ഏകദേശം 8.2 bhp ആണ്. ഇതൊരു 125 സ്പോർട്ടി വണ്ടിയൊന്നുമല്ല, ലൈക്ക് ആൻ എൻടോർക്ക് അങ്ങനത്തെ ഒരു വണ്ടിയൊന്നുമല്ല. ഇറ്റ്സ് എ ഫാമിലി വണ്ടി തന്നെയാണ്. ബട്ട് ഒരു എസ്തെറ്റിക്കൽ ഒരു മോട്ടോർ സ്കൂട്ടർ അപ്പിയറൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, സോ അതാണ് എഞ്ചിൻ്റെ കഥ. ബെൽറ്റ് ഡ്രിവൻ ആണ്, CVT ആണ്, അതൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ലുക്സിൽ തന്നെ പറഞ്ഞു തുടങ്ങാം. അതിനോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വണ്ടി. ഇതിൽ ഞാൻ പറഞ്ഞു സ്ട്രീറ്റ് ടയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ കാണാം ഭയങ്കര ഒരു ഭീകര ലുക്കാണ് കേട്ടോ. പറയണം, നല്ലൊരു ബൾക്കിയർ ലുക്ക് കൊടുക്കുന്നുണ്ട് ഇവർ. ക്രാഷ് ഗാർഡ് ഒന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നക്കിൾ ഗാർഡ് കാണാം, ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. സ്ട്രീറ്റ് ടയർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് DRL ഉണ്ട്. ഞാൻ ഓണാക്കി കാണിച്ചിട്ടേ കാണാൻ പറ്റുന്ന പറഞ്ഞുതരാ. ഈ ഒരു മെയിൻ ഹെഡ്ലൈറ്റ് ഓണാക്കുമ്പോൾ ഇത് ലോ ബീമാവും. യെസ്, യു ഹെഡ്. ഇതിന് ഹൈ ബീം ഉണ്ട്, ലോ ബീം ഉണ്ട്. നിങ്ങൾ ഈ ഒരു ഹെഡ്ലൈറ്റ് ഓണാക്കുമ്പോൾ ഇത് ലോ ബീമിലേക്ക് മാറും. പിന്നെ താഴേക്ക് വരുവാണെങ്കിൽ ഒരു LED ഹെഡ്ലൈറ്റ് കാണാം. അത്യാവശ്യം പ്രകാശമുണ്ട്. ബട്ട് ഐ തിങ്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നണം. ഞങ്ങൾ നൈറ്റ് ഓടിച്ചായിരുന്നു. സോ ത്രോ ഇടക്ക് മാനത്തൊക്കെ പോയിരിക്കുന്നത് തോന്നാറുണ്ട്. സോ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ എന്തോരം പാനല, 1, 2, 3, അതിൻ്റെ ഇടക്ക് 4, 5 ഒരുപാട് പാനലുള്ളവരോ തോന്നുന്നുണ്ട്. എല്ലാം പ്ലാസ്റ്റിക് ആണ്. പിന്നെ ഫ്രണ്ടിൽ എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു മഡ് ഗാർഡ് കാണാം. പിന്നെ താഴേക്ക് വരുവാണെങ്കിൽ 12 ഇഞ്ചിന്റെ വീൽസ് ആണ് വരുന്നത്. ഒരു 190 mm ഡിസ്ക് കാണാം. നിസിന്റെ ബ്രേക്സ് ആണ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു സ്ട്രീറ്റ് ടയർ ആയതുകൊണ്ട് തന്നെ ബ്ലോക്ക് പാറ്റേൺ ടയേഴ്സ് ആണ് ഈ വണ്ടിക്ക് വരുന്നത്. ഒരു 90-12 ബ്ലോക്ക് പാറ്റേൺ ആയിട്ടുള്ള മാക്സിന്റെ ടയറാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. ഓക്കെ, പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ എനിക്ക് ഈ വണ്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു പെയിന്റിങ്, ഈ അകത്തേക്ക് കയറിയിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ഈ ഓൺ ബോർഡൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഫ്ലോർ ബോർഡ് ഉണ്ട്. ഗ്യാസ് കുറ്റി കയറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അംശമാണ്, ബട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇരുന്നോളും. നമുക്കിവിടെ അഡീഷണൽ ആക്സസറി ആയിട്ട് ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കീ കാണാം. ഇതിന് മറ്റേ കീലെസ് ഉണ്ട് അങ്ങനെയൊന്നുമില്ല, ഒരു ടിപ്പിക്കൽ യമഹ കീ ആണ് വരുന്നത്. ലോക്ക്, സീറ്റ് ഓപ്പൺ ഇവിടെ തന്നെ വരുന്നത്. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു മെറ്റൽ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫുഡ് റെസ്റ്റ് കാണാം. പിന്നെ ആ ക്രാഷ് ഗാർഡ് സ്റ്റിൽ കണ്ടിന്യൂസ്, വലിയൊരു ഗ്രാബറിലുണ്ട്. പിന്നെ വണ്ടി ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 145 mm ആണ്. അത് ഒരുപാടൊന്നുമില്ല, ബട്ട് ഐ തിങ്ക് സ്കൂട്ടറിനെല്ലാത്തിനും ഈ ഒരു ലെവലാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ടത് പിന്നിൽ നമുക്ക് ഒരു 10 ഇഞ്ച് അലൈസാണ് വരുന്നത്. ഫ്രണ്ടിൽ 12 ആണെങ്കിൽ പിന്നിൽ 10 ആണ്. ഒരു 110 ടയറും വരുന്നുണ്ട്. നമുക്ക് സീറ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു സ്ട്രീറ്റ് ടയറിലേക്ക് ചെറിയ വ്യത്യാസമുള്ള സീറ്റ്സാണ് വരുന്നത്. നമ്മളിത് ലെഫ്റ്റിലേക്ക് തിരിക്കുകയാണെങ്കിൽ സീറ്റ്സ് തുറന്നു വരും. 21 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. അത്യാവശ്യം ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റൊക്കെ ഇരുന്നോളും. പിന്നെ അത്യാവശ്യം ഗ്രോസറീസ് ഇരുന്നോളും. അപ്പോൾ അതും കൂടെ കാണാൻ പറ്റും. E20 എഴുതി കാണാം. വണ്ടി E20 കംപ്ലൈൻ്റ് ഒക്കെയാണ്. ഏകദേശം 5.2 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി വരുന്നുണ്ട്. ഈ വണ്ടിയിൽ അവർ യമഹ പറയുന്നത് കംപ്ലീറ്റ് ഫുള്ള് നിറച്ച്, അതായത് ടോപ്പ് വരെ നിറച്ച് ഫ്യൂൽ അടിക്കുന്നത് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ആക്ച്വലി മൈലേജ് പറയുന്നത് ഏകദേശം ചിലർ 70 ഒക്കെ പറയുന്നുണ്ട്. 70 കിട്ടിയവർ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ മാക്സിമം കണ്ടേക്കുന്നത് ഒരു 65 കണ്ടിട്ടുണ്ട്. അതൊക്കെ ലേഡീസ് ഓടിക്കുമ്പോൾ 65 കിട്ടുന്നത്. നമ്മളൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് ഐ തിങ്ക് 45 to 50 അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിൽ മേലെ ചിലപ്പോൾ കിട്ടുമായിരിക്കും. പിന്നെ വണ്ടിക്ക് ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി ഉണ്ട്. അത് പേരെ അല്ലെന്ന് ഞാൻ പറയുള്ളൂ, കാരണം ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഒരുപാട് പേര് പറയുന്നുണ്ട്. പിന്നെ പിന്നിലേക്ക് വരുവാണെങ്കിൽ അവർ എക്സോസ് ഒക്കെ കാണാം. അതിന് എക്സ്ട്രാ ഒരു കവർ കൊടുത്തിട്ടുണ്ട് യമഹയുടെ. ഇത് ആദ്യം സ്ക്രാച്ച് ആവേ, നിങ്ങൾ പിന്നിലേക്ക് തിരികുമ്പോൾ സൂക്ഷിക്കണേ, ഇത് പെട്ടെന്ന് സ്ക്രാച്ച് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബാക്കിൽ ഇവന്റെ ഏറ്റവും വലിയ ഡിസപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ടെയിൽ ലൈറ്റ് ആണ്. ബൾബ് ടെയിൽ ലൈറ്റാണ് വരുന്നത്. മിക്ക വണ്ടി ഇപ്പോൾ LED ടെയിൽ ലൈറ്റ് ആണ്. ഇത് ഇപ്പോഴും 2015 പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. പിന്നെ ഞാൻ പറഞ്ഞു ഇത് ആഡ് ഓൺ ആണ്, ആക്സസറി ആണ്. ഒരു ഫുഡ് റെസ്റ്റ് കാണാം. ബാക്ക് സീറ്റ് അടിപൊളിയാണ്, നല്ല കംഫർട്ടാണ്. ഫ്രണ്ട് സീറ്റും കുഴപ്പമില്ല, അത്യാവശ്യം സീറ്റ് വെയിറ്റ് കുറവാണ്. ഏകദേശം 783 അത്ര എന്തോ സീറ്റ് വെയിറ്റിംഗ് ആളൊക്കെ വരുന്നുള്ളൂ. ഈസിലി കയറിക്കാനൊക്കെ പറ്റും. പിന്നെ വണ്ടിയിൽ കയറിയിരിക്കുകയാണെങ്കിൽ ആദ്യം മനസ്സിൽ വരുന്നത് വണ്ടിക്ക് ഒട്ടും വെയിറ്റ് ഇല്ല. യെസ്, യു എടുത്ത് വണ്ടിക്ക് വെയിറ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. വണ്ടിക്ക് ആകെ 100 കിലോ വെയിറ്റ് ഉള്ളൂ. അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ആ ഒരു ക്രാഷ് കാർഡ് കയറിക്കണില്ലേ, അതിൻ്റെ വെയിറ്റ് നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് ഉന്തുമ്പോഴും തള്ളുമ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അത്രത്തോളം ലൈറ്റാണ് ഒരു വണ്ടി. അതിന് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. പിന്നെ ലേഡീസിനൊക്കെ വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. വളരെ ഈസി ആയിട്ട് ഉന്തി തള്ളി കൊണ്ടു നടക്കാം. അത് നോക്കി പടപടെ ഒരു കുഴപ്പമില്ല, ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. വളരെ ഈസിയാണ്. ഇതിന്റെ നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈ സ്പീഡൊക്കെ ഓടിക്കില്ല, ഒരു 60-65 ഒക്കെ, അതും ക്രോസ് വിൻസ് ഉള്ള നല്ല വലിയ ഹൈവേയിൽ കാറ്റ് പിടിക്കും, നന്നായിട്ട് കാറ്റ് പിടിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയാണ് വന്നത് ഇന്ന് മോർണിംഗ്. നല്ല കാറ്റ് പിടുത്തമുണ്ട്. ഒരു ലോറി സൈഡിൽ കൂടെ പോയാൽ തന്നെ നമ്മൾ ഇങ്ങാട് കാഞ്ഞു. സോ 70 ഒക്കെ നല്ല വലിയ ഹൈവേയിൽ ഈ വണ്ടി കൊണ്ട് പോകാന്ന് പറയുന്നത് കുറച്ച് ഡേഞ്ചറസ് ആണ്, ക്രോസ് വിൻസ് ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ മിറേഴ്സ് ഒക്കെ എനിക്ക് കുഴപ്പമില്ല, കുറച്ചൊന്ന് വലുതായിരുന്നെങ്കിൽ ബെറ്റർ ആയെന്നുള്ള തോട്ടെടുത്ത് വളരെ സ്ലിം ആയിപ്പോയി. പിന്നെ സ്വിച്ച് കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക്
നമുക്ക് കാണാൻ പറ്റും. പാസ് സ്വിച്ച് ഉണ്ട്, ഇൻഡിക്കേറ്റർ ഉണ്ട്, ഹോൺ ഉണ്ട്. പിന്നെ നമ്മുടെ സ്മാർട്ട് മോട്ടോർ ജനറേറ്റർ ആയതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് സൈലന്റ് സ്റ്റാർട്ട് വരുന്നുണ്ട്. അത് കൂടാണ്ട് തന്നെ ട്രാഫിക്കിൽ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പും വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓൺ ചെയ്യാം, ഓഫും ചെയ്യാം. ഇത് ആക്ച്വലി വർക്ക് ചെയ്യണമെങ്കിൽ വണ്ടി മിനിമം 3 കിലോമീറ്റർ എങ്കിലും ഓടണം, അല്ലാതെ അത് വർക്ക് ചെയ്യില്ല. സോ വണ്ടി ഒന്ന് ഓടി അതിൻ്റെ എന്തോ സാധനം ഹീറ്റ് ആവണമെന്നാണ് അവർ പറഞ്ഞത്. അത് ഹീറ്റ് ആയാലേ ഈ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വർക്ക് ആവുള്ളൂ. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് ഓൺ ഓഫും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഓടിക്കാം. അപ്പോൾ DRന്റെ ഹൈ ബീം കത്തിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഓൺ നോക്കാം. അപ്പോൾ DRൽ ലോ ബീം പോകും. പിന്നെ കൺസോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു LCD കൺസോൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാനായിട്ട് പറ്റും. അസിസ്റ്റ് ഒക്കെ ഉണ്ടോ, അസിസ്റ്റ് വരുമ്പോഴത്തേക്ക് ഇവിടെ അസിസ്റ്റ് കത്തിരിക്കും. റെക്കോ ലേബൽ ഉണ്ട്, ഇൻഡിക്കേറ്റർ, ഹൈ ബീം. പിന്നെ ഓട്ടോ സ്റ്റാർട്ട് ഓൺ ആണെങ്കിൽ അത് കാണിക്കും. ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ട്രാഫിക്കിലൊക്കെ വണ്ടി ഓഫ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ കൺസോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ചെറിയ RPM മീറ്റർ കാണാം, സ്പീഡോ കാണാം, ആവറേജ് ഫ്യൂൽ എക്കോണമി കാണാം. ഇപ്പം കണ്ടോ, എൻ്റെ ഫ്യൂൽ എക്കോണമി അടിക്കുന്നത് 40 ടൈം കാണിക്കുന്നുണ്ട്. ട്രിപ്പ് വണ്ടി ആകെ 74 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വാർണിംഗ്, വി ബെൽറ്റ്, ഓയിലൊക്കെ ചേഞ്ച് ചെയ്യാനാണ് ഇവിടെ കാണിക്കും. പിന്നെ ഒരു ഫ്യൂൽ ലെവൽ ഇൻഡിക്കേറ്റർ കാണാനായിട്ട് പറ്റും. ഡാഷ്ബോർഡിൽ സറൗണ്ടിങ് കാണാൻ നല്ല രസമുണ്ട്. ഇവിടേക്ക് ആക്ച്വലി ആക്സസറി ആയിട്ട് കുറച്ചും കൂടി ടോളറായിട്ടുള്ള ഐസ്ക്രീം വരുന്നുണ്ട്. ഞാൻ പറയുന്നത് മേടിച്ച് വെക്കേണ്ടിരിക്കുക. കാരണം ഒന്നാമത് വെയിറ്റ് ഇല്ല, ഒന്നാമത് കാറ്റ് പിടുത്തോണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ടോളർ വൈസറും കൂടി വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഡ്രാഗ് പിടിക്കും, മൈലേജ് പറയാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ വണ്ടിക്ക് സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് ഉണ്ട്. ഒരിക്കലും ഓൺ ആക്കിയിട്ടിട്ട് ഇങ്ങനെ ഇറങ്ങിക്കാൻ പറ്റില്ല. പാം പാം. ഓ മാൻ, ലുക്ക് അറ്റ് ദാറ്റ്. ബൾബ് ടെയിൽ ലൈറ്റ്, ഏത് ലോകത്താണ് യമഹ. ഓൾറൈറ്റ്, സോ ഐ തിങ്ക് ഐ പ്രറ്റി മച്ച് കവേർഡ് എവറിത്തിങ്. പിന്നെ വേരിയൻസും പവറും പ്രൈസൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കും. നമുക്കിനി ഓടിക്കാം. സെൻട്രൽ സ്റ്റാൻഡിലേക്ക് ഇടാൻ ഭയങ്കര എളുപ്പമാണ്. ഞാൻ പറഞ്ഞു ഒട്ടും വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് വളരെ ആക്സസബിൾ ആണ് ഈ ഒരു വണ്ടി. ആവറേജ് ഫ്യൂൽ എക്കോണമി ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് മിക്സ്ഡ് കണ്ടീഷൻ റോട്ടിലാണ്. സോ ഒരു നല്ല മൈലേജ് ഒന്നും കിട്ടാൻ ചാൻസ് ഒന്നുമില്ല. ഓക്കെ, ഇവിടെ ഒന്ന് എടുക്കാവേ. വിറയിലൊക്കെ ഉണ്ട്. ഈ SC നക്കിൾ ഗാർഡൊക്കെ നന്നായിട്ട് വിറയ്ക്കും. പക്ഷെ അത് അനോയിങ് അല്ല, അവിടെ കിടന്ന് വിറച്ചോളും. നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ടിരുന്നാൽ മതി. ഈ വണ്ടി ഞാൻ കുറേ നാളായിട്ട് DO ഉപയോഗിക്കുന്ന ഒരാളാണ്. ലൈക്ക് ഒരു 2015 DO ഇല്ലേ, ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് DO, അത് ഉപയോഗിക്കുന്ന ഒരാളാണ്. സോ അതിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു വണ്ടിയുടെ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് വണ്ടി വളരെ സൈലൻ്റ് ആണ്. ലൈക്ക് ഇടയ്ക്ക് വണ്ടി ഓണാണോ എന്ന് വരെ നമ്മൾ മറന്നു. അത്രയ്ക്ക് സൈലൻ്റ് ആണ് ഒരു വണ്ടി എന്ന് പറയുന്നത്. വളരെ റിഫൈൻഡ് ആണ് കേട്ടോ പറയണം. ഭയങ്കര സ്മൂത്താണ്. ഈ വണ്ടിയുടെ വൈബ്രേഷൻ കൊണ്ട് മാത്രം നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനൊരു വണ്ടി ഓൺ ആണല്ലോ എന്ന്. നമുക്ക് 0 to, അതായത് സ്റ്റാൻഡ് നിന്ന് എടുക്കുമ്പോഴത്തേക്ക് ഒരു പുഷ് പോലെ തോന്നും. ഒരു പവറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അസിസ്റ്റ് ഓൺ ആയതിൻ്റെ ഒരു പവർ കിട്ടും. അതൊരു നമ്മളൊരു 30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു അസിസ്റ്റ് പോകും കേട്ടോ. പിന്നെ അസിസ്റ്റ് വന്നെങ്കിൽ നമ്മൾ ബാക്കിൽ പില്ലണിരുത്തുമോ അല്ലെങ്കിൽ ഇൻക്ലൈനിലൊക്കെ കയറുകയൊക്കെ ആണെങ്കിൽ ആ ഒരു അസിസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. വണ്ടി ഫീൽസ് വളരെ ലൈറ്റാണ്. ഇത് നോക്കി, ആകെ 100 കിലോ ഉള്ളൂ. എൻ്റെ മോനെ, വണ്ടി വളരെ ലൈറ്റാണ്. എനിക്ക് ഈ വണ്ടി പില്ലണിരുത്തി ഓടിക്കാൻ ഇഷ്ടപ്പെട്ടത് ഒറ്റയ്ക്ക് ഇരുന്ന് ഓടിക്കാനാണ്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുക. എസ്പെഷ്യലി സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ നല്ല രസമാണ്. പില്ലൻ കംഫർട്ട് ഞാൻ 2 പേരെടുത്ത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞത്. ബാക്കിൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടെന്ന് തന്നെ പറഞ്ഞത്. റൈഡിംഗ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ലൈക്ക് എൻഡോർക്ക് ഞാൻ പറയില്ല, എന്നാലും അത്യാവശ്യം അപ്രൈറ്റ് ആണ്. എനിക്ക് ഓടിച്ചാൽ അത്യാവശ്യം അപ്രൈറ്റ് ആയിട്ട് തന്നെ എൻഡോർക്കാണ്. ഇത് കുഴപ്പമില്ല, അത്യാവശ്യം അപ്രൈറ്റ് ഒക്കെ തന്നെയാണ്. അത്യാവശ്യം സ്പേസ് ഉണ്ട്. എൻ്റെ ഒരു ഹൈറ്റ് 5.9 ആണ്. എനിക്ക് നോക്കി അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹാൻഡ് വളയ്ക്കുമ്പോൾ ആണെങ്കിലും വന്ന് തട്ടുന്നൊന്നുമില്ല. ബ്രേക്സിൻ്റെ കാര്യം പറയണം. ബ്രേക്സ് എനിക്ക് വളരെ പ്രോഗ്രസീവായിട്ടാണ് തോന്നിയത്. ഞാൻ ഒരു ഡിസ്ക് ബ്രേക്ക് ഉള്ള വണ്ടിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തില്ല ഇങ്ങനെ. ഞാൻ കുറച്ചും കൂടി ഒരു ബൈറ്റ് പ്രതീക്ഷിച്ചു. കാരണം ഇതൊരു നോൺ ABS വണ്ടിയാണല്ലോ. സോ ഒരു ബൈറ്റ് ഉണ്ടാവുന്നതെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. സോ അത്ര ഒരു ഞാൻ വിചാരിച്ചൊരു ബൈറ്റും കാര്യങ്ങളൊന്നുമില്ല. റിയർ ബൈക്കൊക്കെ കൊള്ളാം. എനിക്ക് ഫ്രണ്ടിനാലും ഇഷ്ടപ്പെട്ടത് റിയർ ആണ്. 2 വരെ ബൈറ്റ് പോലെ തോന്നിയത്. വണ്ടിക്ക് ABS അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അതെനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഇയർ തൊട്ട് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു റൂൾ എന്തുകൊണ്ട് 125cc തൊട്ട് മേളിലേക്കുള്ള വണ്ടിക്ക് 2026 ഏപ്രിൽ മുതൽ ABS വേണം എന്ന് റൂൾ എന്തുകൊണ്ട്. സിറ്റിയിൽ ഓവർടേക്ക് ചെയ്യാൻ കൊള്ളാം കേട്ടോ. സിറ്റിയിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഓവർടേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. വലിയ വിഷയമൊന്നുമില്ല. ക്വിക്ക് ഓവർടേക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാം. എവിടെയാണ് സ്ട്രഗിൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൈവേസിൽ ഓവർടേക്ക് ചെയ്യാൻ ഇച്ചിരി പാടാണ്. ഒന്ന് നല്ല കാറ്റ് പിടിക്കും. വണ്ടി നമുക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല ഒരു സ്പീഡിൽ. വണ്ടി എന്താ പറയുക, ടേൺ ചെയ്യാനാണെങ്കിലും ഓവർടേക്ക് ചെയ്യാനാണെങ്കിലും ഒരു കംഫർട്ട് കുറവ് ഫീൽ ചെയ്യും. കോർണറൊക്കെ എടുക്കാൻ നല്ല രസമാണ് കേട്ടോ. വാവ്, സൂപ്പർ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ കോർണേഴ്സൊക്കെ എടുക്കാൻ നല്ല ഫണ്ണാണ്, നല്ല രസമാണ്. ഓ, എന്തൊരു ഷിപ്പൊക്കെ ഒന്ന് നടക്കണ്ടല്ലോ. പട്ടി അടിക്കായിരുന്നു അതിന്. ഇവിടുത്തെ പട്ടികളെ കുറച്ച് സീനാണ്, പക്ഷെ അഗ്രസീവാണ്. മാൻ, എന്ത് ഷിപ്പാണോ ഇത്? MV Lagoon. Lagoons. Yeah, it's an MV Lagoons. Oh, this is the general cargo. Oh man, look at that. Oh man, she's rugged. Man, oh man, oh man. നമുക്കൊന്ന് വളയ്ക്കാം. ഞാൻ പറഞ്ഞില്ല, വളയ്ക്കുമ്പോൾ നോക്കി മുട്ടിടിക്കുന്ന സീനൊന്നുമില്ല. യു ടേണൊക്കെ അടിക്കാൻ ഭയങ്കര എളുപ്പം കേട്ടോ. അത്യാവശ്യം നല്ല ടേൺ റേഡിയസ് ഉണ്ട് ഈ വണ്ടിക്ക്. അതും ഞാൻ ശ്രദ്ധിച്ചായിരുന്നു.
ഇറ്റ് ഗോട്ട് വെരി ഗുഡ് ടേൺ ആൻഡ് റേഡിയസ്. പിന്നെ സസ്പെൻഷനാണ് പിന്നെ എനിക്ക് രണ്ടാമത് തോന്നിയൊരു കാര്യം. സസ്പെൻഷൻ ഫ്രണ്ടും ബാക്കും കുറച്ചൊന്ന് മീഡിയം സൈഡിലാണ്. അത് ഭയങ്കര പ്രോഗ്രസീവ് സസ്പെൻഷനാണ്. അതായത് നമ്മൾ വിചാരിക്കും ചെറിയൊരു ബമ്പൊക്കെ നന്നായിട്ട് അബ്സോർവ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഈ ബമ്പിൽ കൂടെ അങ്ങോട്ട് കയറ്റിയാലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ട് കയറ്റും. പക്ഷെ അത് കയറ്റുമ്പോഴാണ് മനസ്സിലാവുന്നത് വണ്ടിക്ക് തിരിച്ചൊരു അടി കിട്ടുന്നുണ്ട്. സോ സസ്പെൻഷൻ കുറച്ചൊന്നും മീഡിയം സൈഡാണ്. ഒടുക്കത്തെ ഹാർഡെന്ന് ഞാൻ പറയുന്നില്ല. പില്ലിന് ഇരുത്തിയാൽ ചിലപ്പോൾ ഒരു ഹാർഡ്നെസ് ഫീൽ ചെയ്യുമായിരിക്കും, ബട്ട് അത്ര ഒരു ഹാർഡായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഗായ്സ്, പറ്റൊരു റോഡ് കിട്ടുകയാണെങ്കിൽ ഞാൻ സ്റ്റാൻഡ് സ്റ്റില്ലിൽ നിന്ന് എത്ര കയറും എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതുവരെ റോഡൊന്നും കണ്ട് ഏറ്റമോ ഇവിടെയൊക്കെ അടിച്ചു വരാറും കൂടിയില്ല. പിന്നെ ഇതിൻ്റെ സർവീസ് കോസ്റ്റ് ഇപ്പോൾ ഫസ്റ്റ് സർവീസ് ചെയ്തതിന് ഏകദേശം 547 രൂപയോളം അവർ മേടിച്ചു, വിച്ച് ഈസ് ഐ തിങ്ക് റീസണബിൾ. ഫ്രീ സർവീസ് ആണെന്ന് പറഞ്ഞാലും കൺസ്യൂമേഴ്സിൻ്റെ ചാർജ് ആയിരുന്നു മേടിക്കും. എഴുതി ലേബർ ചാർജ് മാത്രമേ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ആവുള്ളൂ. പിന്നെ ഓവറോൾ ഐ തിങ്ക് ഗുഡ് സ്കൂട്ടർ. നിങ്ങൾ ഒരു ഫസ്റ്റ് സ്കൂട്ടർ നോക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നോക്കാവുന്നൊരു വണ്ടി തന്നെയാണ്. നിങ്ങൾ ആദ്യമായിട്ടൊരു സ്കൂട്ടർ എടുക്കുന്നുണ്ട്, അത്യാവശ്യം ബഡ്ജറ്റ് നല്ലൊരു വണ്ടി വേണം, അത്യാവശ്യം റിഫൈൻഡ് ആയിട്ടുള്ള വണ്ടി വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി നോക്കാം. പിന്നെ ദാറ്റ്സ് പ്രെറ്റി മച്ച് ദ വീഡിയോ. ഐ തിങ്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ ഇടുക, ഞാൻ റെസ്പോൺസ് തരാം. സ്കൂട്ടർ റിവ്യൂസ് ഇനിയും കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഞാൻ മാക്സിമം ഞാൻ പറഞ്ഞു 2 മാസത്തിൽ ഒരിക്കൽ ചെയ്യാൻ നോക്കാം. എനിക്ക് സ്കൂട്ടർ റിവ്യൂ ചെയ്യാൻ അറിഞ്ഞുകൂടാ, അത് തന്നെ സംഭവം. കാരണം സ്കൂട്ടർ ഇസ് മോർ ഓഫ് യൂട്ടിലിറ്റി. നമ്മളിതിൻ്റെ പെർഫോമൻസ് ഉണ്ട്, ഇതിന് പവർ ഉണ്ടാകുന്ന പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതിൽ എത്ര ഗ്യാസ് ഊറ്റി കയറും, എത്ര ഗ്രോസറി കയറും, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സാധനം. അങ്ങനെ റിവ്യൂ എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സ്കൂട്ടർ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, ഞാൻ ചെയ്യാം, എന്തായാലും ചെയ്യാം. അസിസ്റ്റ് കിട്ടി.